ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു മൈ ചാനൽ. എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങൾ? സുഖം തന്നെയല്ലേ? അപ്പം ഞാനിന്നൊരു കൂരം വറുത്തതിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ അതാ കണ്ടാൽ തന്നെ അറിയാം, നല്ല അടിപൊളിയാണ് കേട്ടോ. അത് കഴിക്കാനും നല്ല കറുമുറാന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് മമ്മ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് എന്നുള്ളതൊന്ന് കാണിച്ചു തരാം. മമ്മനെയാണ് കേട്ടോ അത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പുട്ടുപൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പുട്ടുപൊടി എടുത്തിട്ട് നമ്മൾ പുട്ടിന് കുതിർക്കണ മാതിരി കുതിർത്തെടുത്തിട്ട് പുട്ടുകുറ്റിയിലിട്ട് ആവി കയറ്റി എടുത്തതാണ് കേട്ടോ ഇത്. നമ്മൾ സാധാ പുട്ട് ഉണ്ടാക്കണ മാതിരി തന്നെ ആവി കയറ്റി എടുത്തതാണ്. പിന്നെ അതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം പുറത്ത് തന്നെയാണ് മമ്മ ഉണ്ടാക്കുന്നത്. ഉമ്മാക്ക് അകത്ത് പിന്നെ ഗ്യാസുമൊക്കെ ഉണ്ടാക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ പുറത്താണ് ഉണ്ടാക്കണത് പറഞ്ഞിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പിന്നെ ഇവിടെ ചോറൊക്കെ വെന്തതിന് ശേഷം തീയൊക്കെ കെട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അമ്മ തീയൊക്കെ കത്തിച്ച് എടുത്തിട്ടുണ്ടാക്കുന്നുണ്ട് കേട്ടോ. നല്ല വെയിലും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെയിലാണ്, അവിടെ കത്തിക്കണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനിവിടെ ഇവിടെ ഉണ്ടാക്കിയെടുത്തോളാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നല്ല വെയിലാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ പറയുന്നുണ്ട്, കുറച്ച് നേരം ഒന്ന് വിട്ട് നിന്നാൽ മതി, ഇടയ്ക്ക് പോയിട്ട് ഇളക്കി കൊടുത്താൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്നോട് ഇങ്ങനെ മുണ്ടാതൊക്കെ ഞാൻ ഉണ്ടാക്കട്ടെ എന്നൊക്കെ പറയാണ്. അപ്പോൾ അതാ എണ്ണയൊക്കെ ചൂടായി വന്നപ്പോൾ അതിക്ക് ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഉള്ളി ഇട്ട് കൊടുത്തിട്ട് ഉള്ളി മൂത്ത് വരുമ്പോൾ അതിക്ക് തേങ്ങയാണ് കേട്ടോ ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ അതമ്മ തേങ്ങയൊക്കെ ചിരവി കൊടുത്തിട്ടുണ്ട്. അപ്പം ഇനി തേങ്ങ നല്ല പോലെ ഈ ഉള്ളിയിൽ കടന്നിട്ട് മൂപ്പിച്ചെടുക്കണം കേട്ടോ. തേങ്ങ വറവ് ആയി വരണം. അതിൻ്റെ ശേഷമാണ് കേട്ടോ പിന്നെ നമ്മൾ ഈ പൊടി ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതാ അതിക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ സ്പൂൺ കൊണ്ടൊക്കെ മഞ്ഞൾപ്പൊടിയൊക്കെ ഇടും. ഒരിക്കൽ സ്പൂൺ കൊണ്ടൊന്നും ഇടൂലല്ലോ. അമ്മ കൈ കൊണ്ട് തന്നെ മഞ്ഞൾപ്പൊടിയൊക്കെ നുള്ളിയിട്ടിട്ടുണ്ട് കേട്ടോ അതിക്ക്. എന്നിട്ട് ഇതാ നല്ല വെയിലാണ്, കാണാനില്ലല്ലേ. ഞാനിത് ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ അത് വെയിലിൻ്റെ അതുകൊണ്ട് നല്ലപോലെ ക്ലിയറായിട്ട് കിട്ടണില്ല കേട്ടോ. അപ്പോൾ അതാ തേങ്ങയൊക്കെ നല്ല പോലെ വറവായി വന്നപ്പോൾ നമ്മൾ ഈ വേവിച്ച് വെച്ചിട്ടുള്ള പുട്ടുപൊടി അതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നല്ല പോലെ മുരുമുരാന്നാവുന്നത് വരെ തന്നെ ഇത് നല്ല വറുത്തെടുക്കണം കേട്ടോ. അപ്പം ഞാനും അമ്മാനോട് പറയേണ്ടത് ഇടയ്ക്ക് ഓരോന്ന് പോയിട്ട് ഇളക്കി കൊടുത്താൽ മതിയെന്ന്. അപ്പോൾ എന്നോട് പറയണത് കരിഞ്ഞു പോവും, അത് കൈ എടുക്കാതെ തന്നെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ ലാസ്റ്റ് ഏകദേശം ആവാനായിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇത് നല്ല മഞ്ഞ കളറിൽ നല്ല മുരുമുരാന്നായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തീയൊക്കെ നല്ല കത്തിയപ്പോൾ അമ്മ ഒന്ന് അതിൽ നിന്ന് കൊള്ളിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ തീയൊക്കെ അതിൽ തന്നെ വെച്ച് കൊടുത്തിട്ട് എന്നോട് പറയും, ഇതൊന്ന് തിന്ന് നോക്ക്, കരിമുരാന്നുണ്ടോയെന്നൊന്ന് നോക്ക് എന്നൊക്കെ പറയാം കേട്ടോ. എന്നിട്ട് ഇതാ ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ വന്നിട്ട്. അപ്പം നമ്മളിവിടെ ഒരു പഴക്കൊല ഉണ്ട്, അപ്പോൾ അത് മൂത്തുക്കണമെന്ന് ഒന്ന് നോക്കാൻ പറഞ്ഞിട്ട് എന്നോട്. അപ്പോൾ ഞാനൊന്ന് നോക്കിയതാണ്. അപ്പോൾ ഇതൊക്കെ ആയി വന്നിട്ടുണ്ട്, കണ്ടില്ലേ, നല്ല മുരുമുരാന്നായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ഉമ്മ ഉണ്ടാക്കിയിട്ടുള്ള കൂരം വറുത്തത്. നിങ്ങളുടെ നാട്ടിലൊക്കെ ഇതിന് എന്താ പറയാന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ അതൊക്കെ പാത്രത്തേക്ക് ഒഴിച്ച് വെച്ചിട്ട് അപ്പം തന്നെ പിന്നെ ചട്ടിയൊക്കെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അമ്മ അതിൽ കുടുക്കയിൽ കുറച്ച് വെള്ളം അവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്തിട്ട് അമ്മ അടുപ്പ് വെറുതെ കത്തിപ്പോവുകയാണെന്ന് കണ്ടപ്പോൾ അവിടെ കൊണ്ടുപോയി വെച്ചതാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്